നമസ്കാരം, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന നല്ല മനോഹരമായ കണ്ടംപററി ഡിസൈൻ വരുന്ന ഗംഭീരം വർക്കായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് നമ്മളിന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെ എക്സ്റ്റീരിയർ ലുക്ക് നല്ല ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻറ്റീരിയറൊക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാണുന്നത് പോലെ തന്നെ എ ഫ്രെയിമും അതുപോലെ കേബിൾ റൂഫും അതുപോലെ 3D ആയിട്ട് നിൽക്കുന്ന എലിവേഷൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഗ്ലൈഡിംഗ് ടൈൽസ് ഉൾപ്പെടെയാണ് നമുക്ക് ഇതിൻ്റെ എക്സ്റ്റീരിയർ ലുക്കിൽ നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. 2 ബാൽക്കണിയാണ് നമുക്ക് ഈ വീടിന് വന്നിരിക്കുന്നത്. നല്ല മനോഹരമായ ഡിസൈൻ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു വീട് കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഫ്രണ്ട് നമുക്ക് ടാറിട്ട ഫ്രണ്ടേജ് തന്നെയാണ് വരുന്നത്. സ്ലൈഡിംഗ് ഗേറ്റും അതുപോലെ തന്നെ ഫോൾഡിംഗ് ഗേറ്റും നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഗേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് തന്നെ വേറെ വീടുകളൊക്കെ പണി നടക്കുന്നുണ്ട്. ഈ ഒരു പ്രോജക്റ്റ് നമുക്കിപ്പോൾ കംപ്ലീറ്റ് ആക്കി സെയിലിനായിട്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് സെൻട്രൽ സിറ്റിയിൽ നിന്ന് 10 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 13 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമാണ് ഈ വീട് നമുക്ക് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 200 മീറ്ററിനകത്തെ നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്താനായിട്ട് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ 3,700 അപ്പോൾ വീടിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസോടെ നമുക്ക് പോവാം. 3,700 സെൻറ്റ് ലാൻഡിൽ 1,600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ 3,700 സെൻറ്റ് ലാൻഡിൽ 1,600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ അടിപൊളിയായിട്ടുള്ളൊരു കണ്ടംപററി ഡിസൈൻ വീടാണ് ഈ കാണുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. ഈ വീടിൻ്റെ കളർ കോമ്പിനേഷൻ ഉൾപ്പെടെ നമുക്ക് ഇൻറ്റീരിയർ വർക്ക് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പെർഫെക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് കിടക്കാം. ഇത് നമുക്ക് കോമ്പൗണ്ടിനകത്തോട്ട് നമ്മൾ കിടക്കുന്നതാണ്. ഫ്രണ്ട് നമുക്ക് മുഴുവനും ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ് വന്നിട്ടുള്ളത്. 2 കാർ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വന്നിട്ടുണ്ട്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് ആണ് ഈ കാണുന്നത്. കവേർഡ് കാർ പാർക്കിംഗ് ഉൾപ്പെടെ നല്ല മനോഹരമാക്കിയാണ് തീർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കിത് വരുമ്പോഴത്തേക്കും ഒരു പ്രൊഫൈൽ ലൈറ്റ് ചാനലൊക്കെ നൽകിക്കൊണ്ട് ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്താണ് തീർത്തിട്ടുള്ളത്. സൈഡ് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു സർക്കിൾ കാര്യങ്ങളെല്ലാം കൊടുത്ത് നല്ല മനോഹരമാക്കി ഒരു അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ ഒരു കവേർഡ് കാർ പാർക്കിംഗ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വ്യൂ ആണ് നമുക്ക് ഫ്രണ്ടേജിൽ വരുന്നത്. 2 കാർ വരെ നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് ഫ്രണ്ടേജിൽ വന്നിട്ടുണ്ട്. ഗാർഡൻ പ്രൊവിഷൻ ഉൾപ്പെടെ 2 ഭാഗത്തും നമുക്ക് ഗാർഡൻ പ്രൊവിഷൻ ചെയ്യാനുള്ള ഒരു ഏരിയ ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നോക്കാം. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ടെല്ലാം നമുക്കൊരു റെക്റ്റാങ്കിൾ മോഡലിൽ നല്ല മനോഹരമാക്കി തീർത്തിരിക്കുന്ന ഒരു സിറ്റ് ഔട്ടാണ് ഈ കാണുന്നത്. സിറ്റ് ഔട്ടിൽ നമുക്ക് 12x4 ഡയമെൻഷൻ വരുന്ന ഗ്രാനൈറ്റൊക്കെ ഇട്ട് നല്ല മനോഹരമായി തീർത്തുന്ന ഒരു സിറ്റ് ഔട്ടാണ്. മുകളിലായിട്ട് നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് യൂസ് ആക്കിയിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് കിണറുണ്ട്. കൂടാതെ തന്നെ പൈപ്പ് കണക്ഷനും അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ആദ്യം പറയാൻ വിട്ടുപോയി, അപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ഒരു വീടിൻ്റെ മെയിൻ ഡോറാണ് ഈ കാണുന്നത്. മെയിൻ ഡോർ മുഴുവനും നമുക്ക് തേക്കിൻ തടിയിലാണ് പണി ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. നല്ല മനോഹരമായ ഒരു ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ തേക്കിൻ തടിയിൽ പണി ചെയ്ത ഈ ഒരു ഡോർ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. നമുക്ക് നേരെ ഇനി ലിവിങ് ഏരിയയിലോട്ട് പോവാം. അതിവിശാലമേറിയ ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് അകത്തോട്ട് വന്നിട്ടുള്ളത്. പുറത്ത് നോക്കുമ്പോഴത്തേക്കും നമ്മൾ അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു വ്യത്യസ്തമായ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു നല്ല മനോഹരമായ ഒരു ലിവിങ് ഏരിയ കവറപ്പായിട്ട് ചെയ്തിട്ടുള്ളത്. TV യൂണിറ്റ് ഉൾപ്പെടെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു സംഭവം തന്നെയാണ് TV യൂണിറ്റ്. നമുക്ക് സൈഡിൽ നോക്കുമ്പം ഇങ്ങനൊരു വ്യൂ ആണ് കിട്ടുന്നത്. തറയിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും വെരിഫൈഡ് ടൈൽസ് ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ഏരിയ ആണ് വന്നിട്ടുള്ളത്. 18x12 ആണ് ഈ ഒരു ലിവിങ് ഏരിയ ഡയമെൻഷൻ വരുന്നത്. TV യൂണിറ്റ് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഉടൻ പാറ്റേൺ കാര്യങ്ങൾ വരുന്ന ഒരു TV യൂണിറ്റാണ് വന്നിരിക്കുന്നത്. പ്രൊഫൈൽ ലൈറ്റ് ചാനലെല്ലാം നൽകിക്കൊണ്ട് നല്ല അട്രാക്റ്റീവായിട്ട് ചെയ്തിട്ടുള്ള ഒരു TV യൂണിറ്റ് തന്നെയാണ്. മുകളിൽ നമുക്ക് ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഉടൻ വർക്കും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലും ഡെക്കറേഷനായിട്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തിട്ടുള്ളത്. നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. ഡൈനിങ് ഏരിയയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ പാർട്ടീഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. അതും നല്ല ഒരു സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഡെക്കറേഷനായി കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു പാർട്ടീഷൻ ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തിട്ടുള്ളത്. പാർട്ടീഷൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെയാണ് നമുക്ക് വാഷ് കൗണ്ടർ ഏരിയ വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വീട്ടിലോട്ട് കയറി വരുന്ന ആർക്കും തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് വാഷ് കൗണ്ടർ ഏരിയ അവിടെ അറേഞ്ച് ആയിട്ടുള്ള ഒതുങ്ങിയ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതും വലിയ അട്രാക്റ്റീവുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു വാഷ് കൗണ്ടർ ഏരിയ അറേഞ്ച് ആക്കി തീർത്തിട്ടുള്ളത്. അത് കഴിഞ്ഞാണ് നമുക്ക് നേരെ ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ് ഏരിയയിൽ നമുക്ക് ഫ്ലോറിംഗ് എല്ലാം തന്നെ കജേരിയുടെ നല്ല ക്വാളിറ്റി ടൈൽസാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് വരുമ്പോഴത്തേക്കും 10x10 ഡയമെൻഷൻ വരുന്ന ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ്
ഈ ഒരു സ്ഥലത്ത് ചെയ്തിട്ടുള്ളത്. വാളിൽ മുഴുവനും നമുക്ക് വാൾ പാനലൊക്കെ യൂസ് ചെയ്ത് വുഡൻ പാറ്റേൺ വരുന്ന വാൾ പാനലും കാര്യങ്ങൾ യൂസ് ചെയ്ത് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനാക്കി കൊടുത്തിട്ടുള്ളത് മനോഹരമാക്കി തീർത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലും സ്പോട്ട് ലൈറ്റുമാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്ത് തീർത്തിട്ടുള്ളത്. അതിനോട് കൂടെ ചേർന്ന് തന്നെയാണ് നമുക്കൊരു കിച്ചൺ വരുന്നത്. ഒരു ഓപ്പൺ മോഡൽ കിച്ചൺ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ എൻട്രൻസ് തന്നെ നല്ല മനോഹരമാക്കി തീർത്തിരിക്കുന്ന വുഡൻ പാറ്റേൺ വരുന്ന വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലൊരു ഹാങ്ങിങ് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഒരു ഓപ്പൺ കിച്ചൺ മോഡലാണ് വന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെയാണ് നമുക്കവിടെ നമുക്ക് ചെയ്തിട്ടുള്ളത്. നേരെ കിച്ചണിലോട്ട് പോകാം. കിച്ചണിൽ കാണുന്നത് പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളർ തീമും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നല്ല മനോഹരമാക്കി തീർത്തിരിക്കുന്ന ഒരു കിച്ചൺ തന്നെയാണ് വന്നിരിക്കുന്നത്. 12x10 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായൊരു കിച്ചൺ തന്നെയാണ് നമുക്ക് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. ഒരു സ്മാർട്ട് സിങ്കും കാര്യങ്ങളും ഉൾപ്പെടുത്തി നല്ല കിച്ചണെല്ലാം മനോഹരമായി തീർത്തിട്ടുണ്ട്. മോഡേൺ രീതിയിൽ തന്നെയാണ് കിച്ചണെല്ലാം പണി ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയുമായിട്ട് ഒരുപാട് ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമുക്ക് നല്ല എലഗൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കിച്ചണിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. താഴെ നമുക്ക് ഫ്ലോറിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് മാറ്റ് ഫിനിഷ് വരുന്ന ഒരു വുഡൻ പാറ്റേൺ വരുന്ന ടൈൽസും കാര്യങ്ങളാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ചിമ്മിനിയെല്ലാം നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു കിച്ചണെല്ലാം കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തിട്ടുള്ളത്. നമുക്ക് നേരെ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. 14x12 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായി സ്പേഷ്യസ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂം തന്നെയാണ് ഈ കാണുന്നത്. ഇൻബിൽഡായിട്ട് വരുന്ന ഒരു വാൾ റൂപ്സ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. കജീരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഫ്ലോറിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളതും. അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു വാൾ റൂപ്സ് തന്നെയാണ് ഈ ഒരു റൂമിൽ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് ഡെക്കറേഷനായിട്ട് യൂസ് ആക്കിയിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. കാണുന്ന പോലെ തന്നെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ആക്കിയിരിക്കുന്നത്. നല്ല പ്രീമിയം ലെവലിലുള്ള ടൈൽസും കാര്യങ്ങളൊക്കെ ബാത്റൂമിൻ്റെ വാളിൽ നമുക്ക് ചെയ്തിട്ടുണ്ട്. ടോപ്പ് എൻഡ് വരെയാണ് നമുക്ക് ഈ ഒരു വാളിൽ ചെയ്തിരിക്കുന്ന ടൈൽസ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെയാണ് കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിൽ പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ തടിയിലും അതുപോലെ തന്നെ സ്റ്റീലിലുമാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഗ്രാനൈറ്റ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റെയറിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു പ്രൊഫൈൽ ലൈറ്റ് ചാനൽ നമുക്ക് സ്റ്റെയറിൻ്റെ സൈഡിലായിട്ട് നമുക്ക് എല്ലാം കൊടുത്ത് ടോപ്പ് എൻഡിൽ വരെ നമുക്ക് എത്തിയിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് നമുക്ക് നോക്കുമ്പോൾ സ്റ്റെയറിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു ഏരിയ കാണുന്നു. ഇൻഡോർ പ്ലാന്റൊക്കെ വെച്ച് നല്ല മനോഹരമാക്കി പ്രൊഫൈൽ ലൈറ്റ് ചാനലൊക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഏരിയ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അതാദ്യം പറയാൻ വിട്ടുപോയി. നമുക്ക് നേരെ ഇനി വീണ്ടും ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുന്നതിന് ഇടയ്ക്ക് തന്നെ നമുക്ക് ഫർഗോള മോഡലൊക്കെ നമുക്ക് ടോപ്പ് എൻഡിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ സൈഡിലും നമുക്ക് അതുപോലെ തന്നെ ഒരു മോഡൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതാകുമ്പോഴത്തേക്കും വീട്ടിനകത്ത് നമുക്ക് എപ്പോഴും വെളിച്ചം കിട്ടത്തക്ക രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഫാൻസി ലൈറ്റൊക്കെ നമുക്ക് ഹാങ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ ഒരു ഫർഗോള മോഡലിൻ്റെ അവിടെ നിന്ന് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന പോലെ തന്നെ വിശാലമേറിയ ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ കാണുന്നത്. 24x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു ലിവിങ് ഏരിയയാണ് ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഒരു ലിവിങ് ഏരിയ, 2 ബെഡ്റൂം, 2 ബാൽക്കണി ആയിട്ടാണ് ഫ്ലോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കാണുന്നത് പോലെ തന്നെ നല്ല വിശാലമേറിയ ഒരു ലിവിങ് ഏരിയ തന്നെയാണ് തൊട്ട് മുകളിലും ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത്. TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ ഒരു സ്റ്റാൻഡേർഡ് രീതിയിൽ തന്നെയാണ് TV യൂണിറ്റ് എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഏരിയ മുഴുവനും കവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലുമാണ് ഡെക്കറേഷനായിട്ട് യൂസ് ആക്കിയിരിക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ കജീരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലും യൂസ് ആക്കിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് ചെറിയൊരു ഏരിയ വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ചെറിയ കമ്പ്യൂട്ടർ വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ. ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. 14x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ റൂം തന്നെയാണ് മുകളിലും നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ഇൻബിൽഡായിട്ട് വരുന്ന ഒരു വാർഡ്രോബ്സ് നമുക്ക് ഈ റൂമിൽ വന്നിട്ടുണ്ട്.
ഫ്ലോറിംഗ് എല്ലാം കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ്, വെരിഫൈഡ് ടൈൽസ് തന്നെയാണ് യൂസ് ആക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് ഡെക്കറേഷനായിട്ട് വന്നിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ആക്കിയിരിക്കുന്നത്. നമുക്ക് താഴെ കണ്ടതുപോലെ തന്നെ വാളിലെല്ലാം തന്നെ നമുക്ക് ടൈൽസും കാര്യങ്ങളൊക്കെ പ്രീമിയം രീതിയിലുള്ള ടൈൽസ് നമുക്ക് ഒരു 3/4 ഏരിയയിൽ നമുക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂമെല്ലാം കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുള്ളത്. ഈ ഒരു റൂമിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഏരിയ സ്പേസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഔട്ടും പൈപ്പ് കണക്ഷനും ഇലക്ട്രിസിറ്റി കണക്ഷനും എല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. നേരെ നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം. 14x14 റൂമിൻ്റെ ഡയമെൻഷൻ വരുന്നത്. അത്യാവശ്യം നല്ല വിശാലമേറിയ റൂം തന്നെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് റൂമെല്ലാം ചെയ്തിരിക്കുന്നത്. ഒരു വാൾഡ്രോബ്സ് നമുക്ക് റൂമിൽ അറ്റാച്ച്ഡ് ആണ്. കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് നമുക്ക് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു വാൾഡ്രോബ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് ചെയ്തിരിക്കുന്നത് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലുമാണ് ഡെക്കറേഷനായിട്ട് നമുക്ക് യൂസ് ആക്കിയിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. നല്ല ക്വാളിറ്റി പ്രോഡക്ട്സിനാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് വാൾ ടൈലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് തന്നെയാണ് ഈ ഒരു ബാത്റൂം കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീടിന് 2 ബാൽക്കണി നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു റൂമിനോട് ചേർന്ന് തന്നെയാണ് ഒരു ബാൽക്കണി വരുന്നത്. ഈ ഒരു ബാൽക്കണിയുടെ ഡയമെൻഷൻ നമുക്ക് വരുന്നത് 10x2 നമുക്ക് ഈ ഒരു റൂമിനോട് ചേർന്നുള്ള ബാൽക്കണിയുടെ ഡയമെൻഷൻ വരുന്നത്. ഹാൻഡിൽസൊക്കെ തന്നെ നമുക്ക് ഫുൾ സിമെൻറ്റും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് നമുക്ക് ഫോൾ സീലിംഗ് ഏരിയയിൽ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. കൂടാതെ തന്നെ സൈഡിലായിട്ട് നമുക്ക് ടൈൽസ്, ഗ്ലാഡിങ് ടൈൽസൊക്കെ യൂസ് ചെയ്താണ് ഡെക്കറേഷൻ വന്നിട്ടുള്ളത്. ഈ കാണുന്ന എല്ലാം നമുക്ക് സിമെൻറ്റിൽ ചെയ്ത് തീർത്ത നല്ല സ്ട്രോങ് ആയിട്ട് വരുന്ന ഹാൻഡിൽസാണ്. അപ്പം ഇനി മെയിൻ ബാൽക്കണിയിലോട്ട് നമുക്ക് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി. മെയിൻ ബാൽക്കണി നമുക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു ടെറാക്കോട്ട മെറ്റീരിയലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നല്ല ഗംഭീരമായിട്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. ഇത് വരുമ്പോഴത്തേക്കും 10x4 നമുക്ക് മെയിൻ ബാൽക്കണിയുടെ ഡയമെൻഷൻ വരുന്നത്. ടെറാക്കോട്ട മെറ്റീരിയൽ ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽസൊക്കെ തന്നെ സ്റ്റീലും അതുപോലെ തന്നെ ഗ്ലാസ് വർക്കുമാണ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു മോഡൽ കാര്യങ്ങളൊക്കെ നമുക്ക് എലിവേഷനിൽ കിട്ടാത്തക്ക രീതിയിൽ നമുക്ക് ഈ ഒരു ബാൽക്കണിയിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് വിട്ടിട്ടുണ്ട്. കൂടാതെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനൽ യൂസ് ചെയ്ത് നല്ല ഡെക്കറേഷനായിട്ട് വരുന്ന ഒരു ലൈറ്റ്സും കാര്യങ്ങളും കൊടുത്ത് തന്നെയാണ് ഈ ഒരു ബാൽക്കണി കവറപ്പായി ചെയ്തിട്ടുള്ളത്. കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഈ ഒരു ഫ്ലോറിങ്ങിനായിട്ട് ബാൽക്കണിയിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഓപ്പൺ ടെറസ് വന്നിട്ടുണ്ട്. ഈ ഒരു ഓപ്പൺ ടെറസ് നമുക്ക് ജസ്റ്റ് വാഷിംഗ് മെഷീനൊക്കെ പുറത്ത് വയ്ക്കണമെന്നുള്ളവർക്കും അങ്ങനെയും ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ജസ്റ്റ് നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ഏരിയ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടു തീർന്ന മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് വന്നിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് വന്നത്. ഇത്രയും മനോഹരമായ ഒരു കണ്ടംപററി ഡിസൈൻ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വെറും 67 ലക്ഷമാണ്. 67 lakhs ആണ്. തികച്ചും നെഗോഷ്യബിളാണ്. ആസ്കിംഗ് പ്രൈസ് വെറും 67 മാത്രമേ ഉള്ളൂ. ഇതിൽ നെഗോഷ്യബിളായിട്ട് എമൗണ്ടും വരുന്നുണ്ട്. ഈ വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഇതുപോലത്തെ വീടുകൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ തന്നെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്താലും നമുക്ക് ഈ ഒരു ഹോം ലോണിൻ്റെ ഫെസിലിറ്റീസും നിങ്ങൾക്ക് അത്യാവശ്യമായി ലഭിക്കുന്നതായിരിക്കും.